നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ പോലീസുകാർ സാധാരണഗതിയിൽ ഒരാൾ മുറിയിൽ കയറി കഥകടിച്ചിരുന്നാൽ എന്താണ് ചെയ്യാറ്? ചവിട്ടി പൊളിച്ച് അകത്ത് കയറി അറസ്റ്റ് ചെയ്യേണ്ട ആളെ അറസ്റ്റ് ചെയ്യണം. ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയിട്ടും നിധിയെ വിട്ടുതരില്ലെന്ന് ഗൗതം വാശി പിടിക്കുകയാണെങ്കിൽ അവനെയും കൂടി പൊക്കിയെടുത്താൽ കൊണ്ടുപോകണം. അതിനാണ് ചോദിച്ച പണം ഞാൻ അങ്ങോട്ട് എണ്ണി തന്നത്. സാർ, ഇതുപോലൊരു വീട്ടിൽ കയറി കഥ ചവിട്ടി പൊളിക്കാന്ന് പറഞ്ഞാൽ അത് ഇഷ്യൂ ആവും. ഒരു ഇഷ്യൂ ഇല്ല. ഗൗതമാണ് തടസ്സമെങ്കിൽ അവന്റെ പേരിലും കേസ് ചാർജ് ചെയ്യണം. രണ്ടും പോയി അകത്ത് കിടക്കട്ടെന്നേ. എന്താ അത് പറ്റില്ല? എനിക്ക് ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം സാർ. അത് കഴിഞ്ഞ് അടുത്ത നടപടിയെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ. കഥക് ചവിട്ടി പൊളിക്കാൻ അത്രയ്ക്ക് മടിയാണെങ്കിൽ അവൻ തനിയെ കഥക് തുറന്ന് പുറത്തു വിടാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അതെന്താ സാർ? എന്താ ഈ ഐഡിയ വർക്കാവില്ലേ? വർക്കാവും. ഇത് അവിടെ ചെന്ന് ഇറക്കി നോക്ക്. ഓക്കെ സാർ, അത് ഞാൻ ഏറ്റു. ഇതുവരെ തുറന്നില്ലല്ലേ? ഇല്ല സാർ. ഇനി തുറപ്പിക്കാനുള്ള വഴി എനിക്കറിയാം. ഗൗതം, ഡോർ തുറക്കുന്നത് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കാൻ മുകളിൽ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഞാനത് ചെയ്യും, കേട്ടല്ലോ. തുറക്ക്. പെർമിഷനോ? എന്ത് പെർമിഷനാണ് നിങ്ങൾക്ക് കിട്ടിയേ? വേറൊന്നുമില്ല, ഗൗതമിന്റെ അമ്മയെ ഞാൻ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പോവാ. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഡോർ തുറന്നില്ല എങ്കിൽ ഞാൻ ഇവരെ കസ്റ്റഡിയിലെടുക്കും. ഒരു സംശയമില്ല. പ്ലീസ് ഗൗതം, കഥക് തുറന്നേക്ക്. അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാ? സാർ, ഇത് അനീതിയാണ്. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ഭീഷണിയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ഇത് നിയമവിരുദ്ധമാണ്. ഒരു നിയമവിരുദ്ധവും ഇല്ല. ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഒരു നിയമവും അതിനെതിരെ പറയില്ല. ഗൗതം, നിങ്ങൾ ആ നിധിയെ ഇറക്കി വിട്ടാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ പിൻവലിക്കാം. വെറുതെ എന്തിനാ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത്? പ്ലീസ് ഗൗതം, ഞാൻ കാരണം ഇനി അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവരുത്. പ്ലീസ് ഒന്ന് കഥക് തുറക്ക്. അതെ, നിങ്ങൾ ചെയ്ത തെറ്റിന് എന്റെ അമ്മയെ ജയിലടയ്ക്കാനൊന്നും പറ്റത്തില്ല. മര്യാദ തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ. ഒരൊറ്റ മിനിറ്റ് സമയം ഞാൻ തരും. അതിനുള്ളിൽ ഡോർ തുറന്നില്ലെങ്കിൽ ഇവരെ ഞാൻ അറസ്റ്റ് ചെയ്യും. ഉറപ്പാ. ഗൗതം, ഇനി ഒന്നും ആലോചിക്കണ്ട. ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവരുത്. അയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിച്ചാലേ പഠിക്കൂ. ഇവരെ അറസ്റ്റ് ചെയ്യും. അപ്പൊ ആളങ്ങ് സ്റ്റേഷനിൽ വരും. അയ്യോ, ഗൗതം, ഡോർ തുറക്ക് പ്ലീസ്. ഡോർ തുറക്ക്. സ്റ്റേഷനിലേക്ക് പോ. നടക്ക്. സർ, പ്ലീസ് സർ, ഏട്ടത്തെ കസ്റ്റഡിയിൽ എടുക്കരുത്. ഇതിൽ കൂടുതലൊന്നും യാചിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ഇതല്ലാതെ വേറെ വഴിയില്ല. ഇവരെ കൊണ്ടുപോവാ. പ്ലീസ് ഗൗതം, ഞാൻ കാല് പിടിക്കാം. ഒന്ന് ഡോർ തുറക്ക്. തുറക്ക്. സർ, പ്ലീസ്. അങ്ങനെ കൊണ്ട് ഞാൻ ഡോർ ഉറപ്പിച്ചോളാം. മോനെ, മോനെ. നീതികേടാണ് ഓഫീസർ നിങ്ങൾ കാണിച്ചത്. അതൊക്കെ ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. നിധിയെ മാത്രമല്ല, തന്നെ കൂടി ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാൻ പോവാ. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയേനെ. സർ, പ്ലീസ് സർ, ഗൗതം ഒരു അബദ്ധം കാണിച്ചതാ. അവന് വിട്ടേക്ക്. നിധി വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ. അവളുടെ പേരിലല്ലേ കേസുള്ളത്. ഇയാളുടെ പേരിൽ കൂടി കേസ് ഞാൻ ചാർജ് ചെയ്തോളാം. നടക്കണേ ഇങ്ങോട്ട്. പിടിച്ചോടുവാ. ഗൗതം, സർ, അവരെ കൊണ്ടുപോകല്ലേ. സർ, നടക്കാൻ കൊണ്ടുപോകല്ലേ പ്ലീസ്. സർ, നടക്കാൻ പ്ലീസ്. സർ, സർ. ഈ CKC ഇതെന്ത് പണിയാ കാണിച്ചത്? ഈ SI ഗൗതമനെ അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചതേയില്ല. പിടിച്ചോണ്ട് വാടോ. എന്തിനാ പിടിച്ച് വലിക്കണേ? സർ, അമരല്ലേ കൊണ്ടുവരാ. സർ, വിളിക്കും. അവരെ കൊണ്ടുപോവാ. ഇവിടെ നടക്കണേ. കയറിയേക്ക്. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ.
വാ എടുത്തി. നടക്കടാ കൊണ്ട്. എന്റെ മോനെ, അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്നെ വരാതെ എനിക്ക് വീട്ടിലിരുന്ന സമാധാനം കിട്ടുമോ? ഇവരെയൊക്കെ ആരാ അകത്ത് കയറ്റി വിട്ടത്? നോക്ക് സാർ, നിങ്ങൾ ഈ കാണിക്കുന്നതിനൊക്കെ മറുപടി പറയേണ്ടി വരും, അത് ഉറപ്പാണ്. ആഹാ, കൊള്ളാലോ. പോലീസ് സ്റ്റേഷനിൽ കയറി വന്നിട്ട് പോലീസുകാരെ വരട്ടുന്നോ? രണ്ടിനെ പിടിച്ച് സെല്ലിടും. അയ്യോ സർ, പ്ലീസ് ഇവരെ സെല്ലിലൊന്നും ഇടല്ലേ. അമ്മ എന്താ ഇത്? ഇതിനിടെ കിടന്ന് ടെൻഷൻ ആവാതെ അമ്മ വീട്ടിലേക്ക് ചെല്ലേ. സർ, ഇതൊരു കള്ളക്കേസാ. ആക്സിഡന്റ് കഴിഞ്ഞ് ഇപ്പൊ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ശിവാനി തന്നെ ഒരു പരാതിയില്ലെന്ന് മൊഴി കൊടുത്തതാണ്. ACP മഹേഷ് സാറ് നേരിട്ട് വന്ന് മൊഴിയെടുത്തതാണ്. എനിക്കറിയാം ഇതൊക്കെ. ഇപ്പൊ കിട്ടിയ പരാതിയിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ മഹേഷ് സാർ നിങ്ങളുടെ അടുത്ത സുഹൃത്താണെന്നും ആശുപത്രിയിൽ വന്ന് ഭീഷണിപ്പെടുത്തി ശിവാനിയുടെ മൊഴി നിങ്ങൾക്ക് അനുകൂലമായി പറയിച്ചതാണെന്നും പരാതിയിലുണ്ട്. അബദ്ധത്തിൽ റോങ് സൈഡിൽ കയറി ഇടിച്ചതൊന്നുമല്ല, പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മർഡർ അറ്റംപ്റ്റ്. ഭാഗ്യത്തിനാ ശിവാനി രക്ഷപ്പെട്ടത്. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? സത്യമായിട്ട് നിധി അങ്ങനെയൊന്നും ചെയ്യില്ല. അബദ്ധം പറ്റിപ്പോയതാണ് സർ. അതൊക്കെ ഇനി അങ്ങ് കോടതിയിൽ തെളിയിച്ചാൽ മതി. ഇവിടെ കരച്ചിലും പിടിച്ചിലും നടത്താതെ വേഗം ഇറങ്ങിപ്പോ നോക്ക്. നോക്ക് ഓഫീസർ, ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നൊരു വലിയ ബിസിനസ് സ്ഥാപനത്തിന്റെ ചെയർമാനാണ് ഗൗതം. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായാൽ അത് ബിസിനസിനെ പോലും ബാധിക്കും. ആക്സിഡന്റ് ഉണ്ടാക്കിയത് നിധിയല്ലേ, അതിന് നിധിയുടെ പേരിൽ സാറിന് കേസെടുക്കാം. ബട്ട് ഗൗതമിനെ റിലീസ് ചെയ്യണം. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനായി വരുമ്പോ ആ പ്രതിയെ പിടിച്ചു വെച്ച് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ഒരു ഒഫൻസ് അല്ലേ മാഡം? പോരാത്തതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കാണിച്ചു തരാമെന്നുള്ള ഭീഷണിയും. ഇങ്ങനെയുള്ള ആളുകളെ പൂമാലയിട്ട് പൂജിച്ചാൽ നിയമവ്യവസ്ഥ തകരും. അതുകൊണ്ട് രണ്ടുപേരെയും റിലീസ് ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. സാറിന് നീതി നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യുന്നൊന്നും അല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതാരോ സാറിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഭീഷണിയാണെങ്കിൽ ഭീഷണി. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും സാറേ.